നമസ്കാരം. അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും എന്നാണ് തിരുവചനം. എങ്കിലും നാം എത്രയധികം വ്യർത്ഥ ഭാഷണങ്ങളിലാണ് ഏർപ്പെടുന്നത്. വിവേചന ബുദ്ധിയില്ലാതെ സംസാരിക്കുമ്പോൾ കർത്താവ് ശീമോനെ വിളിക്കുന്നത് സാത്താൻ എന്നാണ്. ദൈവഹിതാനുസരണമുള്ള സഹനമരണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് പത്രോസ് വിവേകശൂന്യമായി പ്രതികരിക്കുന്നത്. സാത്താനെ, എന്നെ വിട്ടുപോകുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ശരിക്കും ക്രിസ്തു പറയുന്നത് ചിന്താരീതിയിൽ ഉണ്ടാകേണ്ട പരിവർത്തനത്തെക്കുറിച്ചാണ്. ദൈവമേ, എൻ്റെ ഓരോ വെറും വാക്കിലും സാത്താൻ എന്ന പേര് ഞാൻ സ്വന്തമാക്കുകയാണോ? എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വീൺവാക്കുകളും അസത്യങ്ങളും പരനിന്ദകളും കുറ്റാരോപണങ്ങളും ആത്മാർത്ഥതയില്ലാത്ത വിമർശനങ്ങളും മുൻവിധികളുമൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു. ആകൽക്കർസ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. മാലിന്യങ്ങളെ ഭുജിക്കുന്നവൻ, ചവയ്ക്കുന്നവൻ എന്നൊക്കെയാണ്. പിശാജ് എന്ന പദത്തിൻ്റെ അർത്ഥം കൂടി അറിയണം. പിശിതം തിന്നുന്നവൻ പിശാജ്. പിശിതം എന്നാൽ മാംസം. ഇവയോട് ചേർത്ത് വായിക്കുവാൻ ഒരു കഥയുണ്ട് മരുഭൂമിയിൽ നിന്ന്. വലിയ നോമ്പ് കാലത്ത് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ സമീപം വന്ന് ചോദിക്കുന്നു, ഗുരുവേ, ഈ നോമ്പിൻ്റെ കാലം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു വാക്ക് നൽകണം. ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: അപവാദം പറഞ്ഞ് സഹോദരന്മാരുടെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പിൽ മാംസം ഭക്ഷിക്കുന്നതാണ്. ദൂഷണങ്ങൾ നിറഞ്ഞ വായ മാംസമാണ് ചവയ്ക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പുളിപ്പുണ്ടാവും. പരീശന്മാരുടെ വാക്കുകൾക്ക് ഉണ്ടായിരുന്ന ദുർഗന്ധമുണ്ടാകും. സുഹൃത്തെ, എത്രയധികം സൂക്ഷ്മമായി ജീവിച്ചാലാണ് ക്രിസ്തീയമായി ചിന്തിക്കാനാവുക? നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയവും മശിഹായോടൊപ്പമാകുന്നതിനെയാണ് ആരാധന എന്ന് വിളിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനയോടെ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹൃദയം തിരിച്ചറിയുന്ന വിധം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് അപ്പോസ്തലിക പ്രബോധനം. തിരുവചനം ഇങ്ങനെയാണല്ലോ: ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. നമസ്കാരം.